ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാം. ജോണിച്ചേട്ടാ, ഇടയനെതിരെ അജഗണത്തിന്റെ ഒരു പ്രതിഷേധ സംഗമമാണ് നിങ്ങളിവിടെ കാണുന്നത്. റോക്ക്ലാൻഡിലെയും വെസ്റ്റ്ചെസ്റ്ററിലെയും ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റി ഇന്ന് നേരിടുന്ന പ്രശ്നത്തിന്റെ പ്രതിഫലനമാണിത്. കഴിഞ്ഞ 15 വർഷമായി സമാധാനപരമായി ഒരേ കുടുംബമായി ജ്ഞാനായ കാത്തലിക് കമ്മ്യൂണിറ്റി സെന്ററിൽ തുടർന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കുർബാനയും മറ്റ് ജ്ഞാനായ കാത്തലിക് മിഷന്റെ സർവീസസുകളും ഒരൊറ്റ രാത്രി കൊണ്ട് എടുത്തുമാറ്റി ഈ മറൈൻ സ്ട്രെയിനിലേക്ക് പറിച്ചു നട്ട ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മാത്യു ആദപ്പള്ളിയച്ചന്റെ ധിക്കാരപരവും ധാർഷ്ട്യവുമായ നടപടിക്കെതിരെ വിശ്വാസ സമൂഹം ഒന്നടങ്കം പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ 3ാമത്തെ ആഴ്ചയിലുള്ള പ്രതിഷേധ സമരത്തിൽ നിങ്ങൾ കാണുന്ന ഈ വിശ്വാസ സമൂഹത്തിന്റെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കുവാൻ സീറോ മലബാർ സഭയും ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മാത്യു ആദപ്പള്ളിയച്ചനും കോട്ടയത്തുള്ള ജ്ഞാനായ കത്തോലിക്ക രൂപതയും അവരുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശപ്പെടുന്നു. ഇവർക്കിനിയും ഇതുപോലുള്ള ജ്ഞാനായ ജനതയെ രണ്ടാക്കി വെട്ടിമുറിച്ചുകൊണ്ട് ജ്ഞാനായ വൈദികനെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ജ്ഞാനായ സമൂഹത്തെ വെട്ടിമുറിച്ച് മുന്നോട്ട് പോകുന്ന സീറോ മലബാർ സഭയ്ക്കെതിരെയുള്ള ജ്ഞാനായ ജനതയുടെ ഈ പ്രതിഷേധ സമരത്തിന് മറ്റൊരു കാരണം ജ്ഞാനായ ജനതയുടെ ഓരോ മിഷനിലെയും ജനറൽ ബോഡിയുടെ അറിവോ സമ്മതമോ കൂടാതെ അവരുടെ കണക്കുകൾ തിരിമറി ചെയ്തുകൊണ്ടും ജനങ്ങളുടെ ആവശ്യങ്ങൾ മാനിക്കാതെയും ജനങ്ങൾക്ക് യാതൊരു അവകാശവും തരാതെ ഏകാധിപത്യപരമായ ഈ നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ വരുന്നത്. ഞങ്ങളുടെ ന്യായമായ ആവശ്യം ഞങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത 10 കുടുംബങ്ങളുമായിട്ട് ഇങ്ങോട്ട് വന്ന ആ 10 കുടുംബങ്ങളെ തിരിച്ചു യോജിപ്പിച്ച് ഞങ്ങളുടെ സമൂഹം ഞങ്ങളുടെ കുടുംബം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ബഹുമാനപ്പെട്ട ആദപ്പള്ളിയച്ചനെ വെച്ചുകൊണ്ട് ജ്ഞാനായ മക്കളുടെ മേൽ കളിക്കുന്ന ഈ കളി അത് തീക്കളിയായി മാറാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളേവരും ബഹുമാനപ്പെട്ട ആദപ്പള്ളിയച്ചനോടും സീറോ മലബാർ സഭയോടും കോട്ടയം രൂപതയോടും ഒരപേക്ഷയുള്ളൂ. ജ്ഞാനായ മക്കൾ അവരുടെ പാരമ്പര്യവും അവരുടെ തനിമയും നിലനിർത്തുവാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തെറ്റ്? താങ്ക് യു.